ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരെ ജനം TV പുറത്തുവിടുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അന്വേഷണ സംഘം വീട്ടിൽ നേരിട്ടെത്തിയാണ് മുൻ ദേവസ്വം പ്രസിഡന്റിനെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദ് ചേർന്നു. ശ്യാമപ്രസാദെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മൂന്നാമത്തെ പ്രസിഡന്റും അഴിക്കുള്ളിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരമാണ്. നമ്മൾ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. PS പ്രശാന്തിൻ്റെ വീട്ടിൽ നേരിട്ട് SIT സംഘം എത്തുകയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. താൻ പോലീസിൻ്റെ പിടിയിലാകാൻ പോകുന്നുവെന്ന് ഇന്ന് രാവിലെ തന്നെ ഫേസ്ബുക്കിലൂടെ PS പ്രശാന്ത് സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ശ്യാമപ്രസാദ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ തിരുവിതാംകൂർ ദേവസ്വം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഈ വാഹനം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോകും. നമുക്കറിയാം 2025 കട്ടളപ്പാളി പുറത്തേക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം SIT അടക്കമുള്ള സംഘം ഇദ്ദേഹത്തിനെതിരെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രതിപട്ടികയിൽ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ 3 പേരുകൾ കൂടി ആയിരുന്നു പ്രതിപട്ടികയിലേക്ക് വന്നത്. എന്തായാലും PS പ്രശാന്തിനെ കൊണ്ട് അന്വേഷണ സംഘം അല്പസമയത്തിനും തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ വസതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ നടപടികൾ അറിയിക്കുകയും ചെയ്തിരുന്നു. അത് പ്രധാനപ്പെട്ട കാര്യം, ഈ അറസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ FB പോസ്റ്റും ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം വീട്ടിൽ നിന്ന് അദ്ദേഹം ക്രൈംബ്രാഞ്ച് സംഘത്തോടൊപ്പം ഇപ്പോൾ ഇറങ്ങുകയാണ്. പ്രധാനമായും അദ്ദേഹത്തിന് ഒരു പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. 3 അംഗ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിനെ ഇവിടെ എത്തിയ കാര്യങ്ങൾ ധരിപ്പിക്കുകയും നിലവിലുള്ള ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സഹകരിക്കണമെന്ന് പറയുകയും അദ്ദേഹത്തിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നത് നമുക്കറിയാം. വളരെ വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. നമ്മൾ രാവിലെ ഇവിടെ എത്തി അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇവിടെ എത്തി ഈ ഒരു നടപടികൾ പ്രൊസീജിയർ സ്വീകരിക്കുമ്പോൾ അദ്ദേഹം വളരെ ഇതോടുകൂടിയാണ് വരുന്നത്. എന്തായാലും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജനം TVക്ക് മാത്രം ലഭിച്ചിട്ടുള്ള വാർത്തയാണ് ഇത്. PS പ്രശാന്തിന്റെ വീട്ടിൽ നിന്നും തത്സമയം KB ശ്യാമപ്രസാദാണ് ഈ വാർത്ത പങ്കുവെക്കുന്നത്. ജനം TVയുമായി പ്രശാന്ത് സംസാരിക്കുന്നു. ബന്ധമുള്ള ആളുകളെ പോലും, പ്രസിഡന്റുമാരെ, ഉദ്യോഗസ്ഥന്മാരെ പോലും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇവർ ചോദ്യം ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അത് അറസ്റ്റിലേക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഗൂഢാലോചന ഉറപ്പായിട്ടും ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. നിലവിൽ നേരത്തെ തന്നെ മറ്റു ആരെയും അറസ്റ്റ് ചെയ്യാതെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത് കൂടുതലായിട്ടാണ്. ഇത് ആദ്യമായിട്ട് ബാക്കിയുള്ളവരെല്ലാം അവർ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യില്ല. ഇതിപ്പോ നമ്മൾ വിളിച്ചു വരുത്തിയാൽ പോകുമായിരുന്നല്ലോ. പിടികിട്ടിയ പുള്ളിയൊന്നും അല്ലല്ലോ, രാജ്യദ്രോഹി അല്ലല്ലോ. അപ്പൊ പിന്നെ ഒരു വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? നിയമപരമായിട്ട് മുന്നോട്ട് പോകും. പിന്നല്ലാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്വേഷണ സംഘം ഇപ്പോൾ മടങ്ങുകയാണ്. കരകുളത്ത് വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ മടങ്ങുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് PS പ്രശാന്തിനെ കൊണ്ടുവന്നത്. കൂടുതൽ ചോദ്യങ്ങളുടെ 2025 ധാരപാലിക കട്ടളപ്പാളി ശില്പങ്ങൾ അടക്കം പുറത്തേക്ക് കൊണ്ടുപോയി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തുകൊണ്ട് PS പ്രശാന്തിനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്.